ഞാനിവിടെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവൽ, അതായത് രക്തക്കുഴലുകളിലൊക്കെ അടിഞ്ഞു കൂടിയിട്ടുള്ള ആ ഒരു കൊളസ്ട്രോളിനെ അലിയിച്ച് കളയാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഫസ്റ്റ് വരുന്നത് ഓട്സ് ആണ്. ഓട്സ് ഒരു സൊല്യൂബിൾ ഫൈബറിൻ്റെ കലവറ ആയതുകൊണ്ട് തന്നെ അതൊരു സ്പോഞ്ച് പോലെ നമ്മുടെ കൊളസ്ട്രോളെ വലിച്ചെടുക്കാനുള്ളൊരു കഴിവ് അതിനുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഗാർലിക്കാണ്. ഗാർലിക്കിൽ എൽസിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചീത്ത കൊളസ്ട്രോൾ ആയിട്ടുള്ള LDLൻ്റെ ലെവലൊക്കെ കുറക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെയുള്ളത് നമ്മുടെ ഡയറ്റിൽ ഒരുപാടായിട്ട് സാലഡ്സും ഗ്രീൻ ലീഫി വെജിറ്റബിൾസും ഒക്കെ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിന്നെയുള്ളത് ഉലുവ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അത് തലേന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഉലുവ കുതിർത്ത് വെച്ചിട്ട് നമ്മൾ രാവിലെ എടുത്ത് കുടിക്കുന്നതും വളരെ നല്ലതാണ്. കൊളസ്ട്രോൾ ലെവൽ ഒരു പരിധിവരെ കുറക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെയുള്ളത് ചെറുനാരങ്ങയുടെ നീരും തേനും കൂടിയിട്ടുള്ള ഒരു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം രാവിലെ എടുത്ത് കുടിക്കുന്നതും വളരെ നല്ലതാണ്. അതുപോലെ കൂടാതെ തന്നെ നമ്മളൊരു 30 to 40 മിനിറ്റ് നടക്കുന്നതും വളരെയധികം നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കുറക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെയുള്ളത് നെല്ലിക്കയാണ്. നെല്ലിക്ക കഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഞരമ്പുകളൊക്കെ നശിക്കാതിരിക്കാനും വളരെയധികം സഹായിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ അത് നമ്മളെ സഹായിക്കുന്നുണ്ട്.